നല്ല മഴയത്ത് ഇവിടെ വന്നിരുന്നിട്ട് മഴയുടെ രണ്ടുപേര് പാട്ട് പാടിയില്ലെങ്കിൽ എന്തിട്ട രസല്ലേ. എന്തോ മൊഴിയുവാനുണ്ടാകും മഴയ്ക്കെന്നോടു മാത്രമായി ഏറെ സ്വകാര്യമായി പണ്ടു തൊട്ടേ വന്നു നിൽക്കുകയാണവൾ എന്റെ ജനാലതന്നരികെ ഇളം കാറ്റിന്റെ ചിറകി എന്തോ മൊഴിയുവാനുണ്ടാകും മഴയ്ക്കെന്നോട് മാത്രമായി ഏറെ സ്വകാര്യമായി. ഹലോ, നമസ്കാരം. ഞാനിന്നൊരു സ്പെഷ്യൽ സ്ഥലത്താട്ടോ നിൽക്കണേ. നല്ല മഴയാണ് ഇന്ന് രാവിലെ തൊട്ട്. അപ്പൊ നിൽക്കുന്ന സ്ഥലം വേറെ എവിടെയല്ല, ദാ ഞങ്ങളുടെ കൊതുമ്പ് ചിറ. എനിക്കിത് നല്ല മഴയത്ത് ഇവിടെ വീഡിയോ പിടിക്കുന്ന നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ മഴയെ തന്നെ വന്ന് പിടിച്ചത് കേട്ടാ. ഇത് രാവിലെ തൊട്ട് നല്ല മഴയാട്ടാ. ഞങ്ങളുടെ ഔട്ടത്തൂരിനും പുല്ലൂര് സെന്ററിനും ഇടയ്ക്കുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ ചിറയോരം, ഈ ഒരു ടൂറിസം സ്പോട്ട്. ആദ്യമൊക്കെ ഞങ്ങൾ ഇവിടെ ജസ്റ്റ് ഒരു ചിറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ കരക്കിലൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കും. ഇപ്പോഴാണ് പടവുകളൊക്കെ കെട്ടി അതിമനോഹരമാക്കി ഇതുപോലൊരു ടൂറിസ്റ്റ് സ്പോട്ടാക്കിയിട്ട് കുറച്ച് നാളുകളായിട്ടുള്ളൂ. ഒരു കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പോൾ അത് മുരിയാട് ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലാണ് ചിറയോരം ടൂറിസം. ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വന്നിരുന്നിട്ട് നീന്തലൊക്കെ ആയിരുന്നു കേട്ടോ പണി. മീൻപിടുത്തം, നല്ല അടിപൊളി ബ്രാലുകളൊക്കെ കിട്ടും. ഈവനിങ് ആകുമ്പോഴേ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് നിന്നല്ല, ഒരു 10-30 വയസ്സാവണ വരെയൊക്കെ ഞങ്ങൾ ഇതിൻ്റെ ഒരു പുൽത്തകടി ഉണ്ടാവും അപ്പുറത്തെ സൈഡ്, ആ ഭാഗത്ത് ഇങ്ങനെ വന്നിരിക്കും. വൈകുന്നേരം ആകുമ്പോൾ എന്ത് സുഖമാണെന്നറിയോ, അസ്തമയ സൂര്യനൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുക. പ്രത്യേക വൈബാട്ടാ. ഇവിടുന്ന് ജസ്റ്റ് 1 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ എൻ്റെ വീട്ടിലേക്ക്. ഈ ചിറയുടെ അപ്പുറത്തെ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ വീടൊക്കെ കാണാം. അപ്പോൾ എപ്പോഴെങ്കിലും ഔട്ടത്തൂർക്ക് വരാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വരാം. ഈ ചിറയോരത്തൊക്കെ വന്നിരുന്നിട്ട് കുറച്ച് നേരം പാട്ടൊക്കെ പാടി മൈൻഡ് ഒക്കെ ഒന്ന് റീഫ്രഷ് ആക്കിയിട്ട് പോവാം. ഇതിൻ്റെ അപ്പുറത്ത് ആ പാടം കാണുന്നത് കണ്ട, അവിടെയൊക്കെ വലിയ വലിയ തോടുകളുണ്ടായിരുന്നു പണ്ട്. അപ്പോൾ പണ്ടൊക്കെ ഞങ്ങൾ കുട്ടിക്കാലത്ത് മീൻ പിടിക്കാനൊക്കെ ഒരു തോർത്തും 2-3 കുപ്പിയൊക്കെ കൊണ്ട് വരും മീൻ പിടിക്കാനായിട്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ തോർത്തുമുണ്ടിൽ മീനൊക്കെ പിടിച്ച് പൂച്ചുട്ടിയാൻ എന്നൊക്കെ പറയും ഞങ്ങൾ ആ സമയത്ത്. പൂച്ചുട്ടിയാൻ, അതുപോലെ പരല്, അങ്ങനെ കുറേ മീനുകൾ നമുക്ക് കിട്ടും. കൂരി, നിങ്ങളൊക്കെ എന്താ പറയാന്നറിയില്ല. ജസ്റ്റ് മഴക്കാലം സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ബോട്ടിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല. ഇവിടെ ഓൾറെഡി ഉണ്ടാവും 3 ബോട്ട് കിടക്കുന്നുണ്ട്. ബോട്ട് യാത്രയ്ക്ക് ഉണ്ട്. വെള്ളം ഒരു ലെവലായി കഴിഞ്ഞാൽ ബോട്ട് യാത്രയ്ക്ക് ഉണ്ടാവും. രസകരമാണ്. പിന്നെ എത്ര മഴയായാലും വെയിലായാലും വെയിൽ കൊള്ളാതെയും മഴ കൊള്ളാതെയൊക്കെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ, ഇരിപ്പിടങ്ങളൊക്കെ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പോരാത്തതിന് നല്ല നല്ല തട്ടുകടകൾ, റെസ്റ്റോറൻറ്റുകൾ ഒക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടഭക്ഷണം കഴിക്കാൻ വിധത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ബോട്ടിങ് മഴക്കാലത്ത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളി, ശനി, ഞായറും അതുപോലെ മറ്റുള്ള പൊതു അവധി ദിവസങ്ങളിലും ബോട്ടിങ് ഉണ്ടാവാറുണ്ട്. കണ്ടോ, ഇതൊക്കെ ഒരു ഹോട്ടലാണ്. ഏതൻ കഫേ എന്ന് പറഞ്ഞാൽ തുടങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവരും മനസ്സൊന്ന് ഫ്രഷ് ആക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഇവിടെ വന്നിരിക്കുക. നല്ലൊരു സ്ഥലമാണ്. പഴമയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ല, ഞാൻ പറഞ്ഞ പോലെ അപ്പുറത്തെ സൈഡിൽ നല്ലൊരു പാടാണ് കേട്ടോ. ആദ്യമൊക്കെ അവിടെ കൊയ്ത്തും മെതിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് കൊയ്ത്തും മെതി എന്നൊക്കെ പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ പറഞ്ഞു വന്നത് വേറൊന്നല്ല, നല്ല മഴക്കാലമാകുമ്പോൾ അവിടെ ആ തോടുകളുടെ സൈഡിലൊക്കെ വരമ്പത്തൊക്കെ ഞവണിക്കുക എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും. ഞവണിക്കുക ന്യൂജൻ പിള്ളേർക്ക് അറിയുമെന്ന് അറിയില്ല. നല്ല മഴക്കാലമായി കഴിഞ്ഞാൽ ഞങ്ങളൊരു സഞ്ചി എടുത്ത് അങ്ങോട്ട് ഇറങ്ങും ഞവണിക്ക പറക്കാനായിട്ട്. കുറേ ഞവണിക്ക കിട്ടും. ഈ ഞവണിക്ക എന്ന് പറഞ്ഞാൽ അതിൻ്റെ തോടൊക്കെ പൊളിച്ചിട്ട്, കക്ക പോലെ തന്നെയാണ്, അതിൻ്റെ തോടൊക്കെ പൊളിച്ചിട്ട് കല്ലിലിട്ട് ഉരച്ച് അതിലത്തെ അഴുക്കൊക്കെ കളഞ്ഞ് ഒരു വറുത്തെടുത്ത് ഒരു പെടയുണ്ട്. എൻ്റെ അമ്മോ, കുരുമുളകും ഗരം മസാലയൊക്കെ ഇട്ടിട്ടുള്ള ഒരു പെട. ഒരു പ്രത്യേക ടേസ്റ്റാട്ടാ. ഇവിടെ വൈകുന്നേരം രാത്രി ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളിയാട്ടാ. അപ്പോൾ അതും കൂടി വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം. കണ്ടോ, രാത്രിയൊക്കെ എന്താ ഭംഗിയില്ലേ. ഇവിടെ ഒരു വൈകിട്ട് ഒരു 6 മണിക്കൊക്കെ വന്നിരുന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലോ,
അസ്തമയ സൂര്യനൊക്കെ കണ്ട് നമ്മുടെ മനസ്സിലുള്ള എല്ലാ ടെൻഷൻസും വലിച്ചെറിഞ്ഞ് ഇങ്ങനെ ശാന്തമായിട്ടിരിക്കട്ടെ. ഇത് കണ്ടോ, അവിടെ ഒരു കോർണറിൽ വെച്ചിട്ടുള്ള ഫൗണ്ടനാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എല്ലാ ദിവസവും വൈകിട്ടുണ്ടായിരിക്കും. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു പുതിയൊരു കഫേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പരസ്യമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് വേറെ ഒന്നല്ല, ഞവണിക്കയുടെ കാര്യം. അപ്പോൾ ഞവണിക്ക പറക്കി കൊണ്ടുവന്നിട്ട് ഞങ്ങളത് ഫ്രൈ ചെയ്ത് കഴിക്കും കുട്ടിക്കാലത്ത്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ഫാസ്റ്റ് ഫുഡ്, ചിക്കൻ ബർഗർ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് കിട്ടാനില്ല. വല്ലപ്പോഴും ഈ നോൺ വെജ് കഴിക്കുന്നത് തന്നെ ഞായറാഴ്ചകളിൽ കാലത്ത് വാങ്ങിക്കുന്ന ബീഫോ അല്ലെങ്കിൽ ചിക്കനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ കോഴികളാണ്. അതും ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് കൊന്ന് വാങ്ങിക്കും. അതാണ് പതിവ്. മീനൊക്കെ എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് വാങ്ങിക്കുള്ളൂ മീൻ. പിന്നെ മുടക്ക് ദിവസങ്ങളിൽ ഇതിനടുത്തുള്ള കുളങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയി ഞങ്ങൾ ചൂണ്ടിട്ട് മീൻ പിടിക്കും. അതുപോലെ ഇവിടെ പൊതുമ്പുചിറയിൽ വന്ന് മീൻ പിടിക്കും. ഒരുപാട് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ മീൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ആധുനിക ചൂണ്ടകളൊന്നുമല്ല, മണ്ണരേനൊക്കെ കോർത്തിട്ടിട്ടാണ് മീൻ പിടുത്തം. പുതുമഴ വീണ് കഴിഞ്ഞാൽ രാത്രി ആയി കഴിഞ്ഞാൽ തവളയുടെ കരച്ചിൽ കേൾക്കാം. മഞ്ഞത്തവള കരയുന്നതാണ്. അപ്പോൾ രാത്രി ഒരു ചൂട്ടൊക്കെ കൊണ്ട് തവളയെ പിടിക്കാൻ പോക്കുണ്ടോ. അതൊക്കെ ഒരു മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ്. ഇത് രക്ഷയില്ല കേട്ടോ, അടിപൊളി. അപ്പോൾ വൈകിട്ട് ടെൻഷനൊക്കെ ആയിരിക്കുന്ന സമയത്ത് ജസ്റ്റ് കുറച്ച് നേരം ഇവിടെ വന്നിരുന്നോ. ഇവിടെ ചുറ്റുമാ ലൈറ്റുകളും എല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക ഫീലാട്ടോ. നല്ല ഭംഗിയെ കാണാനായിട്ട്. ഈവനിങ് ഞാനിപ്പോൾ ഒരു 2 തവണ അവിടെ പോയി ഇരുന്നിട്ടുള്ളൂ. ഇങ്ങനെ മാറ്റിയതിന് ശേഷട്ടാ, നമ്മൾ പറയാറില്ലേ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ, അധികം ഞാനങ്ങനെ പോവാറില്ല. കാരണം ഞങ്ങളുടെ മനസ്സിൽ ആ പഴയ ഓർമ്മകളാണ് പുല്ല് പിടിച്ച് കിടക്കുന്ന ആ പൊതുപ്പുചിറ. പക്ഷേ ഇപ്പോൾ അവിടെ ചെന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, നോക്കിയേ മക്കളെ, എന്തിട്ടാ അതിൻ്റെ ഒരു വൈബില്ലേ, എന്താ ഭംഗി കാണാനായിട്ട്. ഇതാ അവിടെ അടുത്ത് തന്നെ ചെറിയോരം ടീ ഷോപ്പുണ്ട്. എല്ലാ ഐറ്റംസും കിട്ടും. ഉച്ചയ്ക്ക് ഊണുണ്ട്. എന്തായാലും ഇത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ആർച്ചും എല്ലാം കൂടിയിട്ട് കമാനം കണ്ടില്ലേ, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടുത്തൊരു പ്ലാവ് നിൽക്കുന്നു. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുന്ന വ്യൂ ഒരു പ്രത്യേക ഭംഗി തന്നെയാട്ടോ. രാത്രിയിൽ പ്രത്യേക സൗന്ദര്യമാണ് കാണാനായിട്ട്. ഇതവിടെ തുടങ്ങാൻ പോകുന്ന കഫേയുടെ അഡ്വർടൈസ്മെൻ്റാണ് കേട്ടോ. പരസ്യം പ്രൊജക്ടർ വെച്ചിരിക്കുന്നതാണ്. എന്താ ഭംഗിയില്ലേ കാണാനായിട്ട്. അയ്യവ, ഇതും കൂടി തുടങ്ങി കഴിഞ്ഞാൽ വേറെ ലെവലാവട്ടെ അവിടെ. അക്കരെ ഇതാ നാടൻ ഭക്ഷണങ്ങൾ കിട്ടുന്ന വേറെയും സ്പോട്ടുകളുണ്ട് കേട്ടോ. ആമിക്കുട്ടി പറഞ്ഞ് കുറച്ച് നേരം ഇതിലൊക്കെ ഒന്ന് കയറണമെന്ന്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. പിള്ളേരുടെ ആഗ്രഹമല്ലേ നമ്മുടെ ആഗ്രഹം. ഞാനും ഒന്ന് കറങ്ങി കുറച്ച് നേരം. അപ്പോൾ മറക്കണ്ട, ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ധൈര്യമായിട്ട് ഞങ്ങളുടെ ചിറയോരത്തേക്ക് പോന്നോളൂ. അസ്തമയ സൂര്യനൊക്കെ കണ്ട് ഒരു ഗ്ലാസ് ഉപ്പ് സോഡയൊക്കെ കുടിച്ച് മനസ്സും ശരീരവും ഒക്കെ തണുപ്പിച്ചിട്ട് മടങ്ങാം. എന്താ, ഓക്കെ അല്ലേ? സായന്തനത്തിൻ്റെ കണ്ണിൽ ശ്രുതി സാഗരം തിളങ്ങി, ചാരേ കൺ തുറന്നതോ സുവർണ്ണ താരകം. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.